Hello, welcome back to Civilians Craft. ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഞാൻ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു പേപ്പറിൽ കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല സൈസിലൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂ അല്ല അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ആ പേപ്പർ ഒന്ന് മുക്കിയിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ വെച്ച് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഈ പേപ്പർ ഇളക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇളക്കിയെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പേപ്പറും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിൽ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ജെസ്സോ എടുത്തേക്കുന്നത്. ജെസ്സോ വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ജെസ്സോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മുകളിൽ കാർട്ടിൽ കൊടുത്തേക്കാം. ഈ സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേപ്പർ ഇളകി പോരാതെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇത് 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങി അതിനുശേഷം ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് റെഡ് കളറാണ് കേട്ടോ. റെഡ് കളർ ഗ്ലാസ് പെയിൻറ്റ് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ ഹാർട്ട് ഷേപ്പിന് ചുറ്റും ഒന്ന് കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് നമ്മളുടെ ആ ഒരു പാലറ്റിലേക്ക് എടുക്കരുത്, കുറച്ചെടുക്കുക. കാരണം ഗ്ലാസ് പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ ആവശ്യമുള്ളത് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഗ്ലാസ് പെയിൻറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും ആ പെയിൻറ്റ്. ഇനി നമുക്ക് ആ പേപ്പർ അങ്ങ് ഇളക്കി കളയാം. അപ്പോൾ ഇളക്കി കളയുന്ന സമയത്ത് ഇതേപോലെ ഒരു ബ്ലേഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പയ്യെ ഒന്ന് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇളക്കിയെടുക്കുക. കാരണം നമ്മൾ ഈ ജെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഗ്ലൂ ഉണ്ടാവും. അപ്പോൾ ആ ഗ്ലൂ ഈ പേപ്പറിൽ വരുമ്പോൾ അതവിടെ സ്റ്റിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് എടുത്താൽ മതി. അത് നന്നായിട്ട് ഇളകി ഇങ്ങ് പോകുന്നോളും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതേപോലെ റിബൺ ചുറ്റി കൊടുക്കാം. അപ്പോൾ റിബൺ കൊടുക്കുന്ന സമയത്ത് ആ ബോട്ടിൽ ഒന്നുകൂടി നല്ലൊരു ക്യൂട്ട് ലുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് റിബൺ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് അതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കുപ്പിക്കകത്തേക്ക് നമ്മുടെ ഫെയറി ലൈറ്റ്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രാത്രിയിലൊക്കെ ബോട്ടിൽ ലാമ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസിനൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.